Hello dear students, welcome to Algorithmic Thinking with Python Module 3. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ വീണ്ടും നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ കൺസെപ്റ്റോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിച്ചോളുന്നില്ല, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതാണ് ഈ പ്രോഗ്രാമിംഗ് സബ്ജക്റ്റിന്റെ പ്രത്യേകത. അതാണ് നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചോളുന്നില്ല, പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100% നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിന്റ് ഓൾ ദ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഗിവൺ ലിമിറ്റ്സ്. അതായത് രണ്ട് ലിമിറ്റ് ഇൻപുട്ട് ചെയ്യണം, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇൻപുട്ട് ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ലിമിറ്റിനിടയിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്കറിയാം പൈത്തണിൽ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഗോരിതം പറഞ്ഞപ്പോൾ റീഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ട് നിങ്ങൾ പ്രോഗ്രാമിങ്ങിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തണിൽ. ഇൻപുട്ട് ഫംഗ്ഷൻ, ഇൻപുട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ ഡബിൾ കോട്ടിനുള്ളിൽ എന്താണോ കൊടുക്കുന്നത് അതേപോലെ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റർ ദ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് മോണിറ്ററിൽ ഫസ്റ്റ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു മെസ്സേജ് യൂസറിന് കണ്ടു കഴിഞ്ഞാൽ യൂസർ എന്ത് ചെയ്യും, ഒരു നമ്പർ ലോവർ ലിമിറ്റ് നമ്പർ ഇൻപുട്ട് ചെയ്യും. സോ എൻ്റർ ദ ലോവർ ലിമിറ്റ്, യൂസർ ലോവർ ലിമിറ്റ് ഇൻപുട്ട് ചെയ്യും. പക്ഷെ ഇൻപുട്ട് ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്ത് നിങ്ങൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിലും അതൊരു ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ലോവർ ലിമിറ്റ് 10 എന്ന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്പർ ആയിട്ടല്ല റീഡ് ചെയ്യുക, പകരം ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുക. 1 ഒരു ക്യാരക്ടർ, 0 ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ക്യാരക്ടർ ആയിട്ട് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഇൻഡിജർ ആക്കി കൺവേർട്ട് ചെയ്യണം. കാരണം 10 എന്നുള്ളൊരു ഇൻഡിജർ വാല്യൂ ആണ്. പ്രോഗ്രാമിനകത്ത് നമുക്ക് അതൊരു ഇൻഡിജർ വാല്യൂ ആയിട്ട് കിട്ടണം. അപ്പൊ അതിനാണ് നിങ്ങൾ അതിന്റെ പുറത്ത് ഇൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. സോ ഇൻഡ് ഓഫ് സംതിങ് എഴുതി കഴിഞ്ഞാൽ അതിനെ ഇൻഡിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സംതിങ് ഉള്ള എന്താണ്, നിങ്ങൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആണ്. അതിനെ എന്താക്കണം, ഇൻഡിജർ വാല്യൂ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് എല്ലാത്തിനും പുറത്ത് ഒരു ഇൻഡ് വാല്യൂ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഒരു ലോവർ ലിമിറ്റ് റീഡ് ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലോവർ ലിമിറ്റ് നമ്മൾ 5 റീഡ് ചെയ്തു തരിക. അതേപോലെ തന്നെ ആ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ എൻ്റർ കീ പ്രസ് ചെയ്യും അല്ലേ. അപ്പൊ അടുത്തത് പ്രിന്റ് ചെയ്ത് എന്തായിരിക്കും, എൻ്റർ ദ അപ്പർ ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ യൂസർ ഒരു അപ്പർ ലിമിറ്റ് ഒരു 10 ഇൻപുട്ട് ചെയ്തു തരിക. സോ ലോവർ ലിമിറ്റ് 5, അപ്പർ ലിമിറ്റ് 10. ഇനി നമുക്ക് പ്രോഗ്രാം ലോജിക്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ 5ന്റെയും 10ന്റെയും ഇടയിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും പ്രിന്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ മോണിറ്ററിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും, ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ. ലോവറിന്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യും, 5 റീപ്ലേസ് ചെയ്യും. അപ്പറിന്റെ സ്ഥാനത്ത് 10 റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ കേളി ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങളൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോവറും അപ്പറും വേരിയബിൾ നെയിംസ് ആണ് അല്ലെ. ലോവറും അപ്പറും വേരിയബിൾ നെയിംസ് ആണ്. അതിനകത്തൊരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ ലോവറിനകത്ത് 5 ഉണ്ട്, അപ്പറിനകത്ത് 10 ഉണ്ട്. അപ്പൊ ആ 5ഉം 10ഉം ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യും. അതിനാണ് ഇവിടെ എഫ് യൂസ് ചെയ്യുന്നത്. അതായത് ഡബിൾ കോട്ടിന് പുറത്ത് എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡബിൾ കോട്ടിനുള്ളിൽ നിങ്ങൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുന്നോ അത് ആ വേരിയബിളിന്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇതില്ലാണ്ട് എങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ടിൽ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ആർ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ആ ഒരു മെസ്സേജ് അവിടെ മോണിറ്ററിൽ പ്രിന്റ് ചെയ്തു. ഇനി നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെ പോകണം അല്ലെ. ലോവർ ലിമിറ്റ് നിങ്ങൾ 5 ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പർ ലിമിറ്റ് 10 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെ പോയിട്ട് അതിനിടയിൽ വരുന്ന ഓരോ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അത് ഓടാണോ ഇവനാണോ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫോർ നം ഇൻ റേഞ്ച് ഓഫ് ലോവറിൽ എത്രയുള്ളത്, ലോവറിൽ 5 ആണുള്ളത് അല്ലെ. നമ്മൾ ഈ ഒരു കേസിൽ 5 ആണുള്ളത്, യൂസർ ഇൻപുട്ട് ഉള്ളത് 5 ആണ് ലോവർ ആയിട്ട്. അപ്പൊ റേഞ്ച് ഫംഗ്ഷന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്
സ്റ്റാർട്ടിങ് ഫ്രം ലോവർ ഏതുവരെ പോകും? നിങ്ങൾ സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണോ കൊടുക്കുന്നത് അതേ -1 വരെയുള്ള നമ്പർ വരെയാണ് പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ലോവർ 5 ആണ്, അപ്പർ 10 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 5ന്റെയും 10ന്റെയും ഇടയിലുള്ള ഇൻക്ലൂഡിങ് ബോത്ത് 5ന്റെയും 10ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ 10+1 കൊടുക്കണ്ടേ? അതായത് റേഞ്ച് ഫംഗ്ഷന്റെ പ്രത്യേകത ഒരു റേഞ്ചിലുള്ള വാല്യൂ അല്ലെങ്കിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഒരു ലിസ്റ്റ് ഫോം ചെയ്യും. 5, 6, 7, 8, 9, 10 ഇങ്ങനെയാണ് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ അപ്പർ +1 കൊടുത്തത്. അതായത് സെക്കൻഡ് ആർഗ്യുമെന്റ് +1 കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇതിന് റേഞ്ചിന് ഫംഗ്ഷൻ പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലിമിറ്റ് എൻഡിങ് ലിമിറ്റ് -1 വരെയാണ് പോവുക. അപ്പൊ അപ്പർ +1 കൊടുത്താലേ അപ്പർ വരെ പോവുള്ളൂ. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ ഐട്രേഷനിൽ ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ, ഈ ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഐട്രേഷനിലും ഈ ലിസ്റ്റിൽ നിന്ന് ഓരോ വാല്യൂ എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 5 എടുക്കും, ദെൻ 6 എടുക്കും, അടുത്ത ഐട്രേഷനിൽ 7 എടുക്കും, അടുത്ത ഐട്രേഷനിൽ 8 എടുക്കും. ആ ഓരോ ഐട്രേഷനിലും ഓരോ വാല്യൂ എടുക്കുമ്പോൾ അത് ഈ നം എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് അസൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ നം യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഓരോ ഐട്രേഷനിലും ഓരോ വാല്യൂ എടുക്കും. സോ ഫസ്റ്റ് നമ്മിനകത്തോട്ട് എത്ര വരിക? 5 ആണ് വരിക. ഇനി ഇവിടെ ഒരു മോഡുലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ. നിങ്ങൾക്കറിയാം സംതിങ് ഡിവിഷൻ ബൈ 2, അതായത് അതിന്റെ റിമൈൻഡർ നോക്കുക. അതായത് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ 0 വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സെ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ, സോറി ഈവൻ നമ്പർ അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 mod 2, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ ഒന്നും കിട്ടില്ല, ബാലൻസ് ഒന്നും ഇല്ല, കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ. സോ ബാലൻസ് 0 ആണ്. 7 mod 2 കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന എത്രയാണ്? 6 വരെ പോകുള്ളൂ അല്ലെ. 7 വന്നു കഴിഞ്ഞാൽ ബാലൻസ് 1 വരുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ 0 അല്ല. അപ്പോൾ റിമൈൻഡർ 0 വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. റിമൈൻഡർ 1 വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഓഡ് നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇഫ് നം mod 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്താണ്? ഓഡ് നമ്പർ ആണ് അല്ലെ. 1 വരികയാണെങ്കിൽ റിമൈൻഡർ 1 വരികയാണെങ്കിൽ ഓഡ് നമ്പർ ആണ്, 0 വരികയാണെങ്കിൽ ഈവൻ നമ്പർ ആണ്. അപ്പൊ നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ ആണ്. നമുക്ക് ആ നമ്പറിന് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഐട്രേഷനിൽ 5 ആണ് ഇപ്പോൾ നമ്പിനകത്ത് വന്നിട്ടുള്ളത്. 5 പ്രിന്റ് ചെയ്യും, 5 പ്രിന്റ് ചെയ്യും. അടുത്ത ഐട്രേഷനിൽ 6 വരും, 6 എടുക്കും, നമ്പിനകത്തോട്ട് 6 എടുക്കും. 6 എടുത്തിട്ട് എന്ത് ചെയ്യും? 6 mod 2 ചെയ്ത് നോക്കും. അത് ഈക്വൽ ടു 0 ആണ് അല്ലെ. റിമൈൻഡർ 0 ആണ്. 6 എന്നുള്ളത് ഒരു ഈവൻ നമ്പർ ആണ്. സോ 6 പ്രിന്റ് ചെയ്യില്ല, സ്കിപ്പ് ചെയ്യും, അടുത്ത നമ്പർ എടുക്കും. അങ്ങനെ ഓരോ ഇറ്ററേഷനിലും ഇവിടെ നിന്ന് ഇങ്ങനെ നമ്പർ ഈ നം എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഇങ്ങനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുക. ഈ നം എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഈ ലിമിറ്റിൽ നിന്നുള്ള വാല്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. സോ അടുത്ത ഇറ്ററേഷനിൽ പിന്നെ 7 ആണ് വരിക. 7ന് റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ 8ന് റിമൈൻഡർ 0 ആണ്. 9ന് റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ 10ന് റിമൈൻഡർ 0 ആണ്. സോ ഔട്ട്പുട്ട് ഇതായിരിക്കും 5, 7. അപ്പൊ ഇത് നിങ്ങൾ ഏത് ലിമിറ്റ് ആണ് കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ 100 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, പ്രോഗ്രാം യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും എഴുതുമ്പോൾ അതിന്റെ ലൂപ്പ് വേരിയബിൾ എഴുതുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഇന്നർ ലൂപ്പിനകത്ത് ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ടർ ലൂപ്പിനും കൂടി അത് എഫക്റ്റ് ആവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം ടു പ്രിന്റ് ഓൾ പ്രൈം നമ്പേഴ്സ് അപ് ടു എ ഗിവൺ ലിമിറ്റ്. അതായത് നിങ്ങളൊരു ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 അല്ലെങ്കിൽ 100 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന എല്ലാ പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ അതിന് ആ നമ്പറിനെ 2 മുതൽ ദാറ്റ് നമ്പർ -1 വരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിന് പ്രോപ്പർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതാണ്, ഒന്നോ ആ സെയിം നമ്പറോ മാത്രമേ അതിന് ഫാക്ടർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. വേറെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക്
റിമൈൻഡർ 0 വരാൻ പാടില്ല. അതാണ് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 9 പ്രൈം നമ്പർ അല്ല. കാരണം എന്താണ്? 9നെ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. 1ഉം 9ഉം എന്തായാലും അതിനകത്ത് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ 1ഉം 9ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാൻ പാടില്ല. നമുക്ക് 2 മുതൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരുന്നത്? റിമൈൻഡർ 1 ആണ്, 0 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ 0 വരുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം എന്താ ഇത് പ്രൈം അല്ല എന്ന് പറയാം. റിമൈൻഡർ 0 വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ ആയിട്ടും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അതും റിമൈൻഡർ 0 വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഏതുവരെ പോകണം? ദാറ്റ് നമ്പർ -1 വരെ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ദാറ്റ് നമ്പർ ബൈ 2 വരെയെങ്കിലും പോകണം. അതും അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ വരെയെങ്കിലും പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 9 എന്നുള്ള നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ 8 വരെ ഉള്ള നമ്പറുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 9/2 എത്ര വരുന്നത്? 4 അല്ലേ? ഇന്റിജർ ഡിവിഷനിൽ 4 ആണ് വരിക. സോ 4 വരെയുള്ള നമ്പറുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതൊന്നും അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ, അതായത് 3 വരെയെങ്കിലും ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് നമ്മൾ 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ 1 ആണ്, 0 അല്ല. അല്ലെ? 0 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരിക? റിമൈൻഡർ 0 ആണ് വരിക, അല്ലെ? നമുക്കിവിടെ മോഡുലസ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോഴേ റിമൈൻഡർ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പറയാം ഇത് പ്രൈം നമ്പർ അല്ല എന്ന് പറയും. പ്രൈം നമ്പർ അല്ല എന്ന് പറയും. ഇനി നമുക്ക് വേറൊരു നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ 11 എടുത്ത് നോക്കാം. 11 പ്രൈം ആണോ അല്ലേ ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ 2 വരും, അല്ലേ? റിമൈൻഡർ 2 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എത്ര വരിക? റിമൈൻഡർ എത്ര വരിക? 3 ആണ് വരിക, അല്ലേ? റിമൈൻഡർ 3 ആണ് വരിക. അടുത്ത നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എത്ര വരിക? റിമൈൻഡർ 1 ആണ്, അല്ലേ? ഇപ്പോഴൊന്നും 0 വരുന്നില്ല. ദെൻ അടുത്ത നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6. റിമൈൻഡർ എത്ര വരിക? റിമൈൻഡർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണ എത്രയാണ്? 6 കഴിഞ്ഞാൽ പിന്നെ 12 ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ 7, 8, 9, 10, 11. ഇപ്പൊ റിമൈൻഡർ ബാലൻസ് വരുന്നത് 5 ആണ്. ദെൻ 7 കൊണ്ട് നോക്കുക. 7 കൊണ്ട് നോക്കുമ്പോൾ റിമൈൻഡർ 4 ആണ് വരിക. റിമൈൻഡർ 8 കൊണ്ട് നോക്കുക. റിമൈൻഡർ എത്ര വരിക? റിമൈൻഡർ 3 ആണ് വരിക, അല്ലേ? ദെൻ 9, റിമൈൻഡർ 2, 11 മോഡ് 10, റിമൈൻഡർ 1. ഇനി 11 മോഡ് 11 ചെയ്ത് നോക്കരുത്. അതായത് ഞാൻ പറഞ്ഞു 2 മുതൽ ദാറ്റ് നമ്പർ -1 വരെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഏതെങ്കിലും ഡിവിഷനിൽ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്തതിനകത്തൊന്നും റിമൈൻഡർ 0 വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 11 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഷനിൽ 0 വരികയാണെങ്കിൽ നിങ്ങൾ ആ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് പറയാം, അവിടെ തന്നെ പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ലോജിക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ദാറ്റ് നമ്പർ -1 വരെയാണ് പോയത്, അല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ 10 വരെയാണ് പോയത്. പക്ഷെ അത്ര പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഏകദേശം ഒരു പകുതി എത്തുമ്പോൾ 11/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 5 ആണ് വരിക, അല്ലേ? ഇന്റിജർ ഡിവിഷനിൽ 5.5 ആണ്, പക്ഷെ ഇന്റിജർ ഡിവിഷനിൽ 5 ആണ് വരിക. അപ്പൊ നമുക്ക് ഇതുവരെ പോയാൽ മതി. ദാറ്റ് നമ്പർ ബൈ 2 വരെ പോയാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഏകദേശം ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാവും. ഇനി അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ലൂപ്പ് അത്രയും വെറുതെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. പ്രോഗ്രാം ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാം. അതും അല്ലെങ്കിൽ ഈ നമ്പറിന്റെ 11ന്റെ സ്ക്വയർ റൂട്ട് വരെ പോവുക. 11ന്റെ സ്ക്വയർ റൂട്ട് കാണുക, അതുവരെ പോകും. ഓക്കെ, അതാണ് ലോജിക്ക്. ഇപ്പൊ തൽക്കാലം നമുക്ക് ദാറ്റ് നമ്പർ ബൈ 2 വരെയുള്ള ലോജിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഏത് നമ്പർ ആണെന്നെങ്കിലും ഈ ഒരു ലോജിക്കാണ് ഫോളോ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ ദ ലിമിറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് ഒരു
ലിമിറ്റ് ഇൻപുട്ട് ചെയ്തിട്ട് ആ ലിമിറ്റ് വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലിമിറ്റ് 100 ആണ് കൊടുക്കുന്നതെങ്കിൽ 100 വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിന്റ് ചെയ്യണം. അതായത് 1 മുതൽ 100 വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ലിമിറ്റ് ഫസ്റ്റ് റീഡ് ചെയ്തു, പിന്നെ ജസ്റ്റ് ഒരു മോണിറ്ററിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. ദ പ്രൈം നമ്പേഴ്സ് അപ് ടു നിങ്ങൾ നൽകുന്ന ലിമിറ്റ് എത്രയാണോ അതുവരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും 6 എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. അത് നിർബന്ധമുള്ള കേസല്ല. ഇനി നമുക്ക് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം? ഫോർ നം ഇൻ റേഞ്ച് ഓഫ് 2 മുതൽ ദാറ്റ് ലിമിറ്റ് പ്ലസ് 1 വരെ. ഇവിടെ 1 മുതലല്ല 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 എന്നുള്ളത് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. സോ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 മുതൽ നിങ്ങൾ എന്താണോ ലിമിറ്റ് കൊടുക്കുന്നത് ആ ലിമിറ്റ് വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും പ്രിന്റ് ചെയ്യിക്കണം അല്ലെ. അതുകൊണ്ടാണ് ലിമിറ്റ് പ്ലസ് 1 കൊടുക്കാൻ കാരണം. നേരത്തെ പറഞ്ഞു റേഞ്ച് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ എന്താണോ സെക്കൻഡ് ആർഗ്യുമെന്റ് കൊടുക്കുന്നത് അതേ -1 വരെ പോകുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ലിമിറ്റ് വരെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ആർഗ്യുമെന്റ് ലിമിറ്റ് പ്ലസ് 1 കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മളൊരു ബൂളിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഈസ് പ്രൈം, ഈസ് അണ്ടർസ്കോർ പ്രൈം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഈസ് പ്രൈം എന്ന് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അത് വെറുതെ ഒന്ന് ട്രൂ ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. ഏത് ലോജിക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഇതേ ലോജിക്ക് തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പല ലോജിക്കുകളും ഉണ്ട് ഒരു നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ. സോ ഈസ് പ്രൈം ഈക്വൽ ടു ട്രൂ ആക്കിയിട്ട് വെറുതെ ഇനീഷ്യലൈസ് ചെയ്തു. നേരത്തെ നമ്മൾ റിവേഴ്സ് ഈക്വൽ ടു 0 അങ്ങനെ ഒരു കാര്യം ഇനീഷ്യലൈസ് ചെയ്തു അല്ലെ. അതേപോലെ തന്നെ ഒരു വേരിയബിൾ ട്രൂ ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 മുതൽ ആ നമ്പർ ബൈ 2 പ്ലസ് 1. അപ്പൊ റേഞ്ച് ഫംഗ്ഷനെ പറ്റി എന്താണ്? നമ്പർ ബൈ 2. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്പർ ബൈ 2 വരെ പോകണമെന്നുണ്ടെങ്കിൽ അതേ പ്ലസ് 1 കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ബൈ 2 വരെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെ പോയാൽ മതി. ഇനി ഓരോ ഐട്രേഷനിലും എന്ത് ചെയ്യണം? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 3 കൊണ്ട്, പിന്നെ 4 കൊണ്ട്, പിന്നെ 5 കൊണ്ട്. അപ്പോൾ ആദ്യം 2 കൊണ്ട് ഐക്കകത്ത് ആദ്യം 2 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും, പിന്നെ 5 വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മോഡുലസ് ഐ ആണ് ചെയ്യുന്നത്. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ, റിമൈൻഡർ 0 വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പറയാം അത് പ്രൈം നമ്പർ അല്ല എന്ന് പറയാം. ഈ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ എടുക്കണം. അപ്പൊ ഇവിടെ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈസ് പ്രൈം ഈക്വൽ ടു ഫാൾസ് ആക്കുക. നമ്മളിവിടെ ഈസ് പ്രൈം ഈക്വൽ ടു ട്രൂ ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാക്കുക? നേരെ തിരിച്ചാക്കുക. ഈസ് പ്രൈം ഈക്വൽ ടു ഫാൾസ് ആക്കുക. എന്നിട്ട് ബ്രേക്ക് ചെയ്യുക. ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുക. ഏത് ലൂപ്പിനുള്ളിലാണോ ബ്രേക്ക് എഴുതിയിട്ടുള്ളത് ആ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈസ് പ്രൈം, ഈഫ് ഈസ് പ്രൈം. സോ ഈഫ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ നമ്പർ പ്രിന്റ് ചെയ്യും. അതായത് ഈഫ് പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ പ്രിന്റ് ചെയ്യും. ഇനി അതല്ല ഇവിടെ ഫാൾസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തതെങ്കിൽ അതിന് മീനിങ് എന്താണ്? പ്രൈം അല്ല. അപ്പൊ ഇത് വർക്ക് ചെയ്യലുണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത നമ്പർ എടുക്കും. 3 എടുക്കും. 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സോ 3 എടുക്കും. എന്നിട്ട് ആ 3 എന്നുള്ള നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. ഈ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ അടുത്ത ഇറ്ററേഷനിൽ 4 എടുക്കും. 4നെ ഇതേപോലെ തന്നെ 2 മുതൽ 4/2 വരെ ഡിവൈഡ് ചെയ്ത് നോക്കും. അടുത്ത ഇറ്ററേഷനിൽ 5 എടുക്കും. 5നെ 2 മുതൽ 5-5/2 വരെ ചെക്ക് ചെയ്ത് നോക്കും. 6 എടുക്കും. 6ന് 2 മുതൽ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പ്രൈം നമ്പർ നിങ്ങൾക്ക് പല സിറ്റുവേഷനിലും യൂസ് ചെയ്യേണ്ട ഇത് വരും. പ്രൈം നമ്പർ ആണോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ. അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫോളോയിങ് കോഡ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റൻ ചോദിച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റൻ ചോദിക്കും. അത് ഷുവറാണ്. ഇതേ ക്വസ്റ്റൻ തന്നെ ചോദിക്കണമെന്നില്ല. നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റനും ആൻസർ ചെയ്യാൻ പറ്റും.
സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോർ കൗണ്ട് ഇൻ റേഞ്ച് ഓഫ്, ഇവിടെ എഫ് സ്മോൾ ആണ് കാരണം അത് പൈത്തൺ കോഡാണ്. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് ഓഫ് -10 to 20 -2. ഇപ്പൊ റേഞ്ച് ഫംഗ്ഷൻ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. റേഞ്ച് ഫംഗ്ഷൻ എന്താ ചെയ്യാം, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ഫോം ചെയ്യുക. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഡ് +1 കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 10 വരെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 11 കൊടുക്കണം. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തതിന് സ്റ്റെപ്പ് വാല്യൂ എന്നാണ് പറയുക. സ്റ്റെപ്പ് വാല്യൂ മൂന്നാമത്തെ ആർഗ്യുമെന്റ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ സ്റ്റെപ്പ് വെച്ച് ഇൻക്രിമെന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ റേഞ്ച് ഓഫ് 1 to 10 സ്റ്റെപ്പ് വാല്യൂ 2 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, നിങ്ങൾക്ക് കിട്ടല് 1 3 5 7 9 ഇങ്ങനെയാണ് കിട്ടുക. 10 കൊടുത്തു കഴിഞ്ഞാൽ 9 വരെ പോകും. ഓക്കെ, ഓരോ പ്രാവശ്യം നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, സ്റ്റെപ്പ് വാല്യൂ 2 അടി മുന്നോട്ട് വെക്കണം. അതാണ് സ്റ്റെപ്പ് വാല്യൂ എന്നാണ് പറയുക. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ, റേഞ്ച് ഫംഗ്ഷന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, -10 മുതൽ -19 വരെ പോകണം. -20 എന്ന് പറഞ്ഞാൽ -19. ഓക്കെ, ഓരോ പ്രാവശ്യം പോകുമ്പോഴും സ്റ്റെപ്പ് വാല്യൂ എന്ത് ചെയ്യണം, 2 കണ്ട് ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഔട്ട്പുട്ട് എന്താവും വരിക, പ്രിന്റ് കൗണ്ട്. അപ്പൊ ഇവിടെ ഓരോ ഇറ്ററേഷനിലും ഈ കൗണ്ടിനകത്തോട്ടാണ് വാല്യൂ അസൈൻ ചെയ്യുക. ആദ്യം -10 കൗണ്ടിനകത്തോട്ട് അസൈൻ ചെയ്യും. സോ -10 പ്രിന്റ് ചെയ്യും, -10 പ്രിന്റ് ചെയ്യും. സെയിം ലൈനിൽ തന്നെയാണ് ഔട്ട്പുട്ട് എഴുതേണ്ടത്. കാരണം n = സ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ലൈനിൽ തന്നെയാണ് അടുത്ത നമ്പർ വരിക. ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യും, ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ -11 ആണ്, -11 അല്ല -12, കാരണം സ്റ്റെപ്പ് വാല്യൂ -2 ആണ്. സോ -12 എടുക്കും. -12 എടുത്തിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇതിന് അടുത്ത ഇറ്ററേഷനിൽ 13 അല്ല -14 എടുക്കും. അങ്ങനെ ഏതുവരെ പോകും, -18 വരെ പോകും. അതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വരിക. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ I ഇൻ റേഞ്ച് ഓഫ് 10 മുതൽ 0 വരെ പോകണം. -1 ആണ് കൊടുത്തിട്ടുള്ളത്. 10 മുതൽ 0 വരെ പോകണം. ഓരോ ഇറ്ററേഷനിലും -2 ആണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. സോ ഇവിടെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, പ്രിന്റ് I എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈന് പ്രിന്റ് ചെയ്യിക്കണം. ഇവിടെ n = സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, സെയിം ലൈനിൽ തന്നെയാണ് അടുത്ത നമ്പർ വരേണ്ടത്. ഇവിടെ അത് കൊടുത്തിട്ടില്ല, ഇവിടെ ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുത്തിട്ടുള്ളൂ. പ്രിന്റ് പറഞ്ഞാൽ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഡിഫോൾട്ട് ന്യൂ ലൈനും കൂടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 മുതൽ സ്റ്റാർട്ട് ചെയ്തു, ഏതുവരെ പോകണം, 0 വരെ പോകണം. ഓരോ സ്റ്റെപ്പിലും -2 ആണ് വരുന്നത്. സോ അടുത്ത നമ്പർ എത്രയായിരിക്കും വരിക, അടുത്ത നമ്പർ 8 ആയിരിക്കും വരിക. 8 6 4 2 0 ഇതായിരിക്കും ഔട്ട്പുട്ട് വരിക. സെക്കൻഡ് കേസിൽ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 0 വരെ പോകണം, -2 ആണ് ഡിക്രിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് 4, ഇത് ആൻസർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്, അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് 10 8 6 4 2 0 അതിനല്ലേ നമുക്ക് കിട്ടിയുള്ളത്, 10 8 6 4 2 0. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നുള്ള ഏരിയയിൽ നിന്ന് വരുന്നതാണ്. അതായത് 2 സ്റ്റാർ, ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 2 സ്റ്റാർ എന്താണ്, 3 ഡബിൾ സ്റ്റാർ 2 ഡബിൾ സ്റ്റാർ 2 ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ ഇത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, ഇത് വേറെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദിസ് ഈസ് വേറെ ഓപ്പറേഷൻ.
അപ്പൊ നിങ്ങൾക്കറിയാം ഒരു എക്സ്പ്രഷനകത്ത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ അവിടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് നോക്കും അല്ലെ, പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റർ നോക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു നിങ്ങൾ പെംദാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഓർത്ത് വെക്കാൻ. എക്സാമിന് എഴുതരുത്, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ പാരാന്തസിസിനാണ്, പിന്നെ എക്സ്പോണന്റിനാണ്. അപ്പൊ ഇത് എക്സ്പോണന്റ് ആണല്ലേ, ഇത് എക്സ്പോണന്റ് ആണ്. അപ്പൊ അതിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. പിന്നീടാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും ഒക്കെ പ്രയോറിറ്റി വരുന്നത്. അപ്പൊ എക്സ്പോണന്റിന് പ്രയോറിറ്റി കൂടുതലാണ്. അപ്പൊ അതാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു എക്സ്പ്രഷനകത്ത് ഒന്നിൽ കൂടുതൽ എക്സ്പോണന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി നോക്കും. അപ്പൊ ഇവിടെ മുതലാണ് തുടങ്ങുക. സോ 3⁻² ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 3⁻². 3⁻² എത്രയാണ്? 9 ആണ് അല്ലെ, 9 ആണ്. പിന്നെ 9⁻² കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ⁻2 ഒന്നും കൂടി വരുന്നുണ്ട് അല്ലെ. സോ 9⁻². 9⁻² എത്രയാണ് വരിക? 9⁻² വരുമ്പോൾ 81 വരിക അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താവും? 81 ആവും. പിന്നെ നമുക്ക് ബാലൻസ് എന്താ ഉള്ളത്? പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് 2 ആണ്. ആ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 × 81 എത്രയാണ്? 162. അപ്പൊ ഇതാണ് കിട്ടുന്ന റിസൾട്ട്. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രേക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പ്രൈമിന്റെ കേസിൽ പറഞ്ഞു. ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൂപ്പിൽ നിന്നാണ്, ഈഫ് ബ്ലോക്കിൽ നിന്നല്ല. ഒരു വൈൽ ലൂപ്പും ഫോർ ലൂപ്പ് പോലുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ, എക്സിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്, ഇൻ ബിറ്റ്വീൻ എക്സിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ഒരു കേസ് നോക്കുക, വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ. അതെന്തായാലും ഈ ലൂപ്പ് വർക്ക് ചെയ്യും, അതാണ് മീനിങ്. അതായത് ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു കണ്ടീഷനും കൊടുത്തിട്ടില്ല, ഇൻഫിനിറ്റ് എക്സിക്യൂഷൻ ആണത്. ലൈൻ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻറ്റർ. അപ്പൊ എൻറ്റർ എന്നുള്ളൊരു മെസ്സേജ് മോണിറ്ററിൽ വന്നു കഴിഞ്ഞാൽ യൂസർ എന്തെങ്കിലും ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. അതൊരു നമ്പർ ആകാം, അല്ലെങ്കിൽ സ്ട്രിങ് ആകാം, എന്തെങ്കിലും ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. യൂസർ ഇൻപുട്ട് ചെയ്തത്, ഇത് ആ ലൈൻ എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് റീഡ് ചെയ്യുന്നത്. യൂസർ ഇൻപുട്ട് ചെയ്ത് ഡൺ എന്നുള്ള ഒരു സ്ട്രിങ് ആണ് യൂസർ ഇൻപുട്ട് ചെയ്തതെങ്കിൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുക. അതായത് ഈ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് വരും, ബ്രേക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വരും. ക്ലിയർ ആണല്ലോ. ഈ പ്രിന്റ് എന്നുള്ളത് ഈ വൈൽ ലൂപ്പിന് നേരെ അലൈൻഡ് ആയിട്ടാണ്, ഇതിന് നേരെ അലൈൻഡ് ആയിട്ടാണ് ഈ പ്രിന്റ്. അപ്പൊ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. അപ്പൊ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വൈൽ ട്രൂ ലൈൻ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻറ്റർ. ഇഫ് ലൈൻ ഈക്വൽ ടു ഹാഷ്, യൂസർ ഒരു ഹാഷ് ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം, അടുത്ത നമ്പർ റീഡ് ചെയ്യണം. അപ്പൊ ലൂപ്പിൽ നിന്ന് ബാക്കിയുള്ള താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ഈ ലൈൻ ഈക്വൽ ടു ഡൺ ആണ് യൂസർ ഇൻപുട്ട് ചെയ്തതെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യില്ല. അപ്പൊ ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 3 ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഇനി മൊഡ്യൂൾ 4 നോക്കാം. ഓക്കെ, താങ്ക് യു.